25 ലോർ 30 ടീഷർട്ട് 45 ജീൻസ് ത്രിഫ്റ്റിന്റെ ലോകമാണ്. അപ്പോൾ ചൊറി കുത്തിയിരിക്കുന്നവർ കേട്ടെ ബാ ബിസിനസ് ചെയ്യാം ബാ. അപ്പോൾ റെഡ് ഫോർട്ടിൽ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ 300 മീറ്റർ നേരെ ആദ്യത്തെ എൻകൗണ്ടേഴ്സ് ത്രിഫ്റ്റ് റീറ്റെയിലേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് വില കണ്ട് പേടിക്കേണ്ട ഞാനില്ല കൂടെ. ക്വാളിറ്റി റേറ്റ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇമോഷണലി യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് പേടിക്കേണ്ട നമുക്ക് കയറുന്നു. അപ്പോൾ ഇടതും വലം നോക്കാതെ നേരെ നടക്കും. ഈ ഗേറ്റ് കണ്ട് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ സാമ്പിൾ പടങ്ങളൊക്കെ കണ്ടു തുടങ്ങും. ഇതെല്ലാം കണ്ണും കേട്ട് മേലും കീഴും ഇടതും വലം നിരീക്ഷിച്ച് ഉള്ളിലോട്ട് പോകും. പല ക്വാളിറ്റിയിലും റേഞ്ചിലും ഉള്ള സെലക്ടഡ് പീസസ് മാത്രം വയ്ക്കുന്ന കടകളാണ് നമുക്ക് കാണാൻ കഴിയും. ഈ വിലയൊക്കെ കണ്ട് കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നിരക്ഷപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം റീറ്റെയിൽ പ്രൈസ് ആണ്, എല്ലാം സിംഗിൾ പീസ് വിൽക്കുന്ന റേറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ബൾക്കിൽ എടുത്തു കഴിഞ്ഞാൽ 50-100 കുറച്ച് തരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കഴിവ് പോലെ. ജീൻസ് മാത്രമല്ല ഷർട്ട് 3/4 കാർഗോ ക്യാപ്രി എല്ലാം ഇവിടെ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരാൾ പഴയ ഡ്രസ്സിൽ നിന്ന് ലിൻഡൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി ഹാങ്ങറിൽ തൂക്കിയിടും. അവിടെ ഞാൻ തീരുമാനിച്ചു ഈ ക്ലീൻ ചെയ്യാത്ത ഡ്രസ്സിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ ആ കുതാമീൻ വില ഇറങ്ങിയപ്പോൾ നേരത്തെ അതിലും വില കുറച്ച് ജീൻസ് സെലക്ടഡ് പീസസ് അല്ല നമ്മൾ നോക്കിയെടുക്കണം. പേശി കഴിഞ്ഞാൽ ഇനിയും കുറയും. അങ്ങനെ പറ്റി എന്റെ കണ്ണ് ഇതിപ്പോ അങ്ങനെ അവിടെ ഇവിടെ ചോദിച്ചു പറയും. ഞാൻ തപ്പിച്ചെന്നത് ഇവിടെ. പക്ഷേ ഇത് തപ്പി വന്ന വഴിയിൽ കണ്ട കാഴ്ചകൾ കുറച്ച് കാണിച്ചത്. ഇതൊന്നും ത്രിഫ്റ്റ് അല്ല, എല്ലാം ഫ്രഷ് കോപ്പീസ്. H&M, സാറ, നൈക്കി, പൂമ, ഗൂച്ചി, ആച്ചി. ഈ വീഡിയോ എടുത്താൽ പ്രത്യേക ഒരു പറഞ്ഞ ലോഗോസ് ഒന്നും വരാത്ത വരുന്നത്. പക്ഷെ നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പ്രിന്റഡ് ടീഷർട്സ്, കോളർ ടീഷർട്സ്, ഷർട്ട്സ്, കോഡ്സ് എല്ലാം ഇവിടെ കിട്ടും. പല പല ക്വാളിറ്റീസിലും പല പല പ്രൈസ് റേഞ്ചസിലും നമ്മളവിടെ പറഞ്ഞു നിർത്തിയേ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇത് നമ്മൾ കണ്ടാൽ റീറ്റെയിലേഴ്സ്, ഇനിയാണ് ഹോൾസെയിലേഴ്സ്. നമ്മൾ ഒരു സാധനത്തിന് പിന്നാലെ ഇവിടെ വന്നത്. അത് പോയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കയറുന്ന ഉടനെ കാണാൻ പറ്റുന്ന സ്റ്റീൽ വയർ കൊണ്ട് പ്ലാസ്റ്റിക് വയർ കൊണ്ട് കെട്ടി ചാക്കൾ. ആ ചാക്കളിൽ നിന്ന് കുമിഞ്ഞു കൂടുന്ന തുണികൾ. ഇതാണ് മക്കളെ ഡൽഹിയിലെ ത്രിഫ്റ്റിന്റെ കേന്ദ്രം. അടുത്ത ഈ ചാക്കിനുള്ളിൽ എന്താണെന്ന്, ഇത് എവിടുന്ന വരുന്നതെന്ന്, ഇതിന്റെ പ്രൈസ് എന്തൊക്കെയാണെന്ന് തേടിപ്പോയി ഞാൻ കണ്ടത് ത്രിഫ്റ്റിന്റെ ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ പേരാണ് പാനിപത്ത്. ഇതെല്ലാം 1-2 മിനിറ്റിനുള്ളിൽ ഒരു റീലിൽ കവർ ചെയ്യാൻ സാധ്യമല്ല. അതിനാൽ ഈ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടെങ്കിൽ ഈ പാനിപത്ത് സാമ്രാജ്യം ഞാൻ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തൊരു വീഡിയോ ആക്കി തരും. അപ്പോൾ ശരി, കാണാം.